ഹായ് കൂട്ടുകാരെ, മെർലിൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇതെന്റെ പുതിയ ചാനലാണ്. അപ്പോൾ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഇന്നൊരു സൂപ്പർ കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്തായാലും ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എനിക്ക് ഓരോ തവണയും സൂപ്പർ കഥകൾ ഇടാനുള്ള പ്രചോദനം തരുന്നത്. ഇന്നത്തെ കഥ ആരുടെ ആയിരിക്കുമെന്ന് ഐഡിയ ഉണ്ടോ? ഒരു നിഷ്കളങ്കനായ ഇൻട്രോവേർട്ട് പയ്യനുണ്ട്. അവന്റെ പേര് ബാലു. ബാലുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഡാനി. ഡാനിയെ പറ്റിയല്ല, ഡാനിക്കൊരു ചേച്ചിയുണ്ട്. പേര് ഡയാന. നാട്ടിലെ യുവാക്കളെയെല്ലാം ഹരം കൊള്ളിച്ച് നടക്കുന്ന ഒരു സുന്ദരി തന്നെയാണ് ഡയാന. നിഷ്കളങ്കനായ ബാലുവും ഡയാനയും തമ്മിൽ എന്തായിരിക്കും കണക്ഷൻ? നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നത് കൊണ്ട് തന്നെ ഡാനിക്ക് വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം. എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും അമ്മയുമായിട്ട് അവൻ നല്ല രീതിയിലാണ് സ്വരുമപ്പെട്ട് ജീവിക്കുന്നത്. പക്ഷെ ഡയാന അങ്ങനെയല്ല കേട്ടോ. കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവൾക്ക് അവളുടെ സ്വന്തം കാര്യം കഴിഞ്ഞ് മറ്റെന്തുമുള്ളൂ. ഒരു പൊട്ടിത്തെറി പെണ്ണ് എന്ന് വേണമെങ്കിൽ പറയാം. ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ആയിരുന്നു. എങ്കിലും ആ മധുര 17 കഴിയുമ്പോഴുള്ള പ്രായമുണ്ടല്ലോ, ഒരു 24-25 വയസ്സെത്തിയപ്പോഴേക്കും ആളങ്ങ് നന്നായി തളർത്തു, കൊഴുത്തു. ചുരുക്കി പറഞ്ഞാൽ നല്ല വെളുത്ത് പൂവമ്പഴം പോലെയായി. ഡയാനയ്ക്ക് ആ നിറം മാത്രമല്ല, അല്ലാതെ തന്നെ ഓരോ അംഗങ്ങളും ഇന്ന് ഭംഗിയാണെന്നോ കാണാൻ. ചുരുക്കി പറഞ്ഞാൽ നാട്ടിലെ പ്രായഭേദമന്യുള്ള യുവാക്കളെല്ലാവരും എങ്ങനെ അവളുടെ പിന്നാലെ നടക്കാതിരിക്കും അല്ലേ? ഡാനിക്ക് തന്റെ ചേച്ചിയായ ഡയാനയോട് ഈ കാര്യത്തിൽ മാത്രമേ കുറച്ച് ഇഷ്ടക്കേടുള്ളൂ. എന്താ ചേച്ചി, നന്നായി തന്നെ ചേച്ചി പഠിപ്പിച്ചതല്ലേ അച്ഛൻ. ചേച്ചി അതിന് പാസ്സാവാൻ പോലും മെനക്കെടാതെ ഇങ്ങനെ നാട്ടിൻപുറത്ത് ജോലിയൊക്കെ ചെയ്ത് നടന്നാലോ? ഓരോ കാര്യങ്ങൾ ഡാനി അങ്ങോട്ട് ഉപദേശിക്കുമ്പോൾ ഡയാന ദേഷ്യത്തിൽ പറയും, നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട, ഞാൻ നിന്റെ ചേച്ചിയാ, അത് മറക്കരുത്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അവൻ പിന്നീടൊന്നും പറയാൻ നിൽക്കാറില്ല. പഠനത്തിനോടൊപ്പം പാർട്ട് ടൈമായി ഓരോ ജോലിയൊക്കെ ചെയ്താണ് ഡാനി സ്വന്തം കാര്യം നോക്കുന്നത്. പക്ഷേ ഡയാന അങ്ങനെ അല്ല കേട്ടോ. വീട്ടുകാർ നഴ്സിംഗിന് അയച്ചെങ്കിലും അത് കംപ്ലീറ്റ് ആക്കാനൊന്നും പുള്ളിക്കാരി നിന്നില്ല. വേറൊന്നുമല്ല, അവിടെ പോയി ഹോസ്റ്റലിൽ നിന്നപ്പോഴേക്കും ആകെ മടുപ്പായി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടതെന്ന്. പക്ഷേ ഇത് കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു ഹോസ്റ്റലായിരുന്നു. വളരെയധികം സ്ട്രിക്റ്റും പിന്നെ എപ്പോഴും പ്രാർത്ഥനയും മറ്റുമൊക്കെയായി അവിടെ ഡയാന ഉദ്ദേശിച്ചതുപോലെയുള്ള കള്ളത്തരങ്ങളും പരിപാടികളൊന്നും നടക്കില്ല. അതുമാത്രല്ല, ആൺകുട്ടികൾ നന്നേ കുറവായിരുന്നു ആ കോഴ്സിനും. അവൾക്ക് അതുകൊണ്ട് ആകെ മടുപ്പായിട്ട് അവിടെ നിർത്തിപ്പോന്നു. ലോണൊക്കെ എടുത്താണ് വീട്ടുകാർ പഠിപ്പിച്ചതെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ലോൺ അടച്ച് തീർക്കണമെന്നാണ് അപ്പച്ചന്റെ ഒരേ വാശി. നാട്ടിലെ ഒരു ഫേമസ് ആയ തുണിക്കടയിൽ, അതുകൊണ്ടിപ്പോൾ സെയിൽസ് ഗേളായിട്ടാണ് അവൾ പോകുന്നത്. അവിടെ അവളെ സെയിൽസ് ഗേളായിട്ട് നിർത്താൻ ചുരുക്കി പറഞ്ഞാൽ ആ കടയുടെ ഓണറിന് താല്പര്യമുണ്ട്. നാട്ടിലെ യുവാക്കളൊക്കെ അടിവസ്ത്രങ്ങൾ വരെ അവിടെ വന്നിപ്പോൾ എപ്പോഴും വാങ്ങിക്കും. അതാണ് നമ്മുടെ ഡയാനയുടെ പവർ. അവളവിടെ അത്യാവശ്യം നല്ല ഫാഷനിലൊക്കെയാ വരുന്നത് കേട്ടോ. ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ഹാഫ് സാരിയാണ് ധരിക്കാറുള്ളതെങ്കിലും നല്ല മോഡേൺ ആയിട്ടുള്ള മോഡൽ തന്നെ ആയിരിക്കും എല്ലാം. അവിടെയും ഇവിടെയും ഒക്കെ ചെറിയ രീതിയിൽ കാണിക്കാനുള്ള അവസരങ്ങളൊക്കെ അവൾ പഴക്കാറില്ല. അതുകൊണ്ടെന്താ, അവളുടെ കൊഞ്ചലിലും കുഴലിലും പെട്ടെന്ന് തന്നെ ഓണർ ചേട്ടൻ അവൾക്ക് ലീവും മറ്റു കാര്യങ്ങളുമൊക്കെ എപ്പോഴും അനുവദിച്ചു കൊടുക്കും. പിന്നെ സാധാരണ എല്ലാവർക്കും കിട്ടുന്നത് പോലെയല്ല, ഡയാനയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനിൽ സാലറിയിൽ കൂടാതെയുള്ള ചെറിയൊരു തുകയും ഉണ്ടാകും. അതിനൊക്കെ അവൾ കുറച്ചധികം കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ അടുത്തുള്ള ഈ കൊഞ്ചലും കുഴയിലും തന്നെ ഒരു വലിയ കഷ്ടപ്പാടല്ലേ. നല്ല സുന്ദരിയാ, കാണാൻ നമ്മുടെ സിനിമ നടി ഭാമയെ പോലെ ഇരിക്കും. അപ്പോൾ പിന്നെ ഹാഫ് സാരി ഉടുത്ത് വരാൻ പറയാനുണ്ടോ? അത്രയ്ക്ക് സുന്ദരി. അവർക്കെല്ലാവർക്കും ബാക്കിയുള്ള സ്ത്രീകൾക്കൊക്കെ യൂണിഫോം സാരി ഉണ്ടെങ്കിലും ഡയാനയ്ക്ക് മാത്രം അവിടെ ഒരു കൺസെഷൻ ഉണ്ട്. നീ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് വന്നോ എന്റെ പൊന്നെ എന്നാണ് ആ ഓണർ ചേട്ടൻ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു 45-50 വയസ്സുള്ള അയാൾ ഒരു കോഴിയാണേ. ബാക്കിയുള്ള സ്ത്രീകൾക്ക് അതറിയാം. എങ്കിലും ഡയാന ജോലിയുടെ കാര്യത്തിൽ ഒരു പുലിയാണ്. ഒരു സമയം പോലും വെറുതെ ഇരിക്കില്ല. എല്ലാ പണിയും നല്ല വെടിപ്പായി തന്നെ ചെയ്യും.
കാര്യം അവൾ സ്വന്തം കാര്യം നോക്കി തന്നിഷ്ടത്തിന് നടക്കുന്ന തൻ്റെടി പെണ്ണാണെങ്കിലും ഈ ജോലിയുടെ കാര്യം വരുമ്പോൾ എല്ലാവർക്കും ഡയാനയെ ഭയങ്കര കാര്യമാണ്. അത് മാത്രമല്ല, ഇവർക്കാർക്ക് ലീവ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഇരിക്കാനായി ഒരു കസേര പോലും ഓണർ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയാനയാണ് ആ ഓണറിന്റെ അടുത്ത് ഇവളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. സാർ, ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ എപ്പോഴും നടുവേദനയൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. കസേര എന്തായാലും ഇടണം. ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാനുള്ള സാമാന്യ ബോധമുണ്ടല്ലോ എന്നൊക്കെ ഒരു കൂസലുമില്ലാതെയുള്ള അവളുടെ പറച്ചിൽ കേൾക്കുമ്പോൾ ശരിക്കും ചേച്ചിമാരൊക്കെ കൈയടിച്ചു പോവും ഡയാനയ്ക്ക്. നിന്റെ ഒരു ധൈര്യം സമ്മതിക്കണം പെണ്ണെ. അങ്ങനെ അവിടെ ബാത്റൂം ഇല്ലാതിരുന്ന ആ ഷോപ്പിൽ പുതിയൊരു അടിപൊളി ബാത്റൂം കൊണ്ടുവരാനും അവർക്ക് ഇരിക്കാൻ കസേര, കുടിക്കാൻ വെള്ളം എന്ന് വേണ്ട ഒരുപാട് സൗകര്യങ്ങൾ ഡയാനയുടെ ഇടപെടൽ മുഴുവൻ വന്നു കേട്ടോ. അതുകൊണ്ടെന്താ, അവിടുത്തെ കൂടെ ജോലി ചെയ്യുന്ന ജോലിക്കാരി ചേച്ചിമാരുടെയും കണ്ണിലുണ്ണിയാണവർ. കാര്യം പെണ്ണിത്തിരി പൊട്ടിത്തെറിയാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവർക്കിതുപോലെ അവളുടെ ഒരു കൈബലമുള്ളത് എപ്പോഴും നല്ലതാ. ആ ഒരിഷ്ടം എല്ലാവർക്കും ഡയാനയോടുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഡാനിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ജിൻസൺ അവരുടെ 3 വീടുകൾക്ക് അപ്പുറത്ത് താമസിക്കുന്നത്. അവന്റെ വീട്ടിൽ അച്ഛനും അമ്മയുണ്ട്, പിന്നെ ഒറ്റമോനാ. ഈ ഒറ്റമോനായതുകൊണ്ടാവും അവനൊരു ഇൻട്രോവേർട്ട് ആയിപ്പോയത്. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ നല്ല സാക്ഷാൽ ഒന്നാം തരം ഇൻട്രോവേർട്ട്. ആരോടും അധികം സംസാരിക്കില്ല. പരിചയമുള്ളവരോട് വരെ വളരെ കുറഞ്ഞ വാക്കുകളിൽ സംസാരം ഒതുക്കും. കൂട്ടുകാരുടെ ഇടയിൽ മാത്രമാണ് അവൻ അല്പമെങ്കിലും വായ തുറക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ എല്ലാവരുടെയും അച്ഛനും അമ്മയൊക്കെ പറയും, ഈ കൊച്ചിനെ കണ്ടുപിടിക്ക്, ജിൻസൺ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ അറിയേയില്ല. ബാക്കിയുള്ളവന്മാരൊക്കെ എന്തൊരു അലമ്പും ബഹളവുമാണ്, ഇവനുണ്ടെങ്കിൽ ആരും അറിയത്തില്ല. ശരിക്കും ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും ജിൻസന്റെ ആ ക്യാരക്ടർ ഇഷ്ടമാണെങ്കിലും ജിൻസന് ശരിക്കും അവന്റെ സ്വന്തം സ്വഭാവം ഇഷ്ടമല്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ എല്ലാവരുടെയും ഇടയിൽ ഇങ്ങനെ ഒരു മൂങ്ങയെ പോലെ കുത്തിയിരിക്കാൻ ആർക്കാ ഇഷ്ടപ്പെടുന്നേ? ഇടയ്ക്കിടയ്ക്ക് ഡാനി അവനെ പറഞ്ഞ് മാറ്റാൻ ശ്രമിക്കാറുണ്ട്. എടാ, നിനക്ക് എന്റെ വീട്ടിൽ വരുമ്പോ ചേച്ചിയോടെങ്കിലും സംസാരിച്ചൂടെ? അച്ഛനോടും അമ്മയോടും മിണ്ടിയില്ലെങ്കിലും വേണ്ട, ചേച്ചി എന്ത് ഫ്രണ്ട്ലിയാണ്, അവളോട് സംസാരിക്കുന്നതിനിപ്പോ എന്താ? ഓരോ തവണയും ചേച്ചിയോട് സംസാരിപ്പിക്കാനെങ്കിലും നന്നായി നോക്കും ഡാനി. പക്ഷെ ഡയാന മൈൻഡില്ല. വേറൊന്നുമല്ല, അവൾക്ക് ജിൻസനോട് പലപ്പോഴും മിണ്ടാൻ നോക്കിയിട്ടും പരാജയമായിരുന്നു ഫലം. അത്രയ്ക്ക് ജാടയാണെങ്കിൽ അവൻ അവിടെ തന്നെ ഇരുന്നോട്ടെ, ഡയാന പറയും. ഡാനി അപ്പോൾ പറയും, കേട്ടോ, നീ അങ്ങനെ അവനോട് പെരുമാറരുത് ഡയാന, പാവം, അവൻ ഇൻട്രോവേർട്ടാ. ഇപ്പോഴെന്നല്ല, ചെറുപ്പം തുടങ്ങി ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ ആരോടും മിണ്ടാറില്ല. അവനവന്റെ അച്ഛനോടും അമ്മയോടും തന്നെ ഒരു കണക്കിനാ സംസാരിക്കുന്നത്. അങ്ങനെ ജിൻസനോട് ഇപ്പോ അവൾക്ക് വലിയ ദേഷ്യമൊന്നുമില്ല. ഡാനി പറഞ്ഞ് ജിൻസന്റെ സ്വഭാവം ഏതാണ്ട് നന്നായിട്ടറിയാം. ഡാനിയും ജിൻസനും ഏതാണ്ട് ഒരേ മാസമാണ് ജനിച്ചത്. രണ്ടുപേരുടെയും 20ാം വയസ്സിലെ പിറന്നാൾ ഒന്നിച്ചാണ് ആഘോഷിച്ചതും കൂട്ടുകാരെല്ലാവരും ചേർന്ന്. അന്ന് നല്ല ഒന്നാന്തരം പാർട്ടി തന്നെയായിരുന്നു ഡാനിയുടെ വീട്ടിലുണ്ടായിരുന്നു. ജിൻസനും അവിടെ ഉണ്ടായിരുന്നു. മറ്റുള്ള ഫ്രണ്ട്സും പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുമ്പോൾ ജിൻസൺ മാത്രം മാറി ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൊട്ടിത്തെറിച്ച് നടക്കുന്ന ഡയാനയ്ക്ക് അങ്ങനെ ഒരു ക്യാരക്ടറുള്ള ആളെ കാണുമ്പോൾ അത്ഭുതമായിരുന്നു. അവൾ പറയും, പാവം തന്നെ, ആ കുട്ടി എങ്ങനെയാണവ ഒറ്റയ്ക്കിരിക്കുന്നത്? അപ്പോൾ അമ്മ കളിയാക്കും, അതെന്താ ഡയാന, നിനക്ക് ചുരുക്കത്തിൽ ആരോടും ഇത്ര സഹാനുഭൂതിയൊന്നും തോന്നാത്തതാണല്ലോ. ജിൻസിനോട് വല്ലാത്ത കരുണ തോന്നുന്നു, എന്തു പറ്റി? അപ്പോ അവൾ ചിരിക്കും, എന്റെ അമ്മേ, ആ കൊച്ചിവിടെ വന്നിട്ട് ഒരു 3 മണിക്കൂറായി. അവൻ ആദ്യം വരുമ്പോ ഇരുന്ന ആ കസേരയിൽ നിന്ന് പിന്നീട് എഴുന്നേറ്റിട്ടേ ഇല്ല. അത് കാണുമ്പോൾ എനിക്ക് കഷ്ടം തോന്നുന്നുണ്ട്. നിങ്ങൾക്കാർക്കും തോന്നുന്നില്ലെങ്കിൽ എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഡയാനത് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ പറഞ്ഞു, ഈ പെണ്ണിനോട് ഒന്നും പറയാൻ പറ്റില്ല, തല കടിച്ചോണ്ട് പോകുന്നത് പോലെയാ അവളുടെ വർത്താനം. നിഷേധി പെണ്ണ്. അവൾ ചിരിക്കും. കാരണം ഈ പേര് കേട്ട് കേട്ട് ഇപ്പോൾ അത്യാവശ്യം ശീലമായിട്ടുണ്ട് അവൾക്ക്. എന്ത് പറഞ്ഞാലും ചെറിയ കാര്യമാണെങ്കിൽ പോലും തിരിച്ചു നല്ല കുറിക്കുകൊള്ളുന്ന മറുപടി കൊടുക്കുന്നത് കൊണ്ട് ഡയാനയ്ക്ക് എല്ലാവരും ഇട്ടിരിക്കുന്ന പേരാണ് നിഷേധി എന്ന്. നമ്മുടെ ജിൻസനെ സംബന്ധിച്ച് ഒരു അത്ഭുതപ്പെടുത്തുന്ന ക്യാരക്ടർ തന്നെയായിരുന്നു ഡയാന. അവൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ എപ്പോഴും ഓർക്കാറുണ്ട്, ഈ ഡയാന ചേച്ചിക്ക് എങ്ങനെ എല്ലാവരുമായി ഇത്രയും പെട്ടെന്ന് സംസാരിക്കാൻ കഴിയുന്നു? ഒരു പരിചയമില്ലാതിരുന്നിട്ടും ആദ്യമായി തന്നെ കാണുമ്പോൾ ഒരുപാട് നാളത്തെ കമ്പനിയുള്ള പോലെയാണ് സംസാരിച്ചത്. ആദ്യമായി ചേച്ചിയുടെ അവ സംസാരം കേട്ടപ്പോൾ അവൻ ഞെട്ടിപ്പോയിരുന്നു.
പിന്നീട് ചേച്ചി കടയിലൊക്കെ നിൽക്കുമ്പോൾ ആ ജോലിക്കിടയിൽ പുതിയ കസ്റ്റമേഴ്സ് ഓരോരുത്തർ വരുമ്പോൾ ഡീൽ ചെയ്യുന്നത് കാണണം. ദൈവമേ, ആദ്യമായി കാണുന്ന ആൾക്കാരോടൊക്കെ ഇത്ര ഫ്രണ്ട്ലി ആയി എങ്ങനെ സംസാരിക്കാൻ പറ്റും? ഞാനൊക്കെ എന്നാണാവോ ഇനി അങ്ങനെ ആവുന്നേ? കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ കളിയാക്കൽ കൊണ്ട് മടുത്തു. അവനിടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ സങ്കടപ്പെടാറുണ്ട്. പാവം. അല്ലെങ്കിലും ഇൻട്രോവേർട്ട് ആവുക എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വന്തമായി ഒരുപാട് ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ലല്ലോ. അങ്ങനെ നമ്മുടെ സാഹചര്യമോ അല്ലെങ്കിൽ സ്വഭാവമോ കൊണ്ട് ആയി പോകുന്നതല്ലേ. ഇനി നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. അതിനിടയിൽ ഒരു ട്രിപ്പ് പോവാണ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ. ജിൻസിന് അത്യാവശ്യം കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്യണം. എന്താണെന്നോ, ട്രിപ്പ് പോകുമ്പോൾ കൊണ്ടുപോകാനും മാത്രം നല്ല സാധനങ്ങളൊന്നുമില്ല. ഡ്രസ്സും ടവലും ടീഷർട്ടും എന്ന് വേണ്ട ഒരുപാട് സാധനങ്ങൾ അവൻ ആ കടയിൽ കയറി അന്ന് പർച്ചേസ് ചെയ്തു. അതിനിടയിലാണ് അവൻ ഓർത്തത്, അയ്യോ, ഒരു ട്രൗസർ വാങ്ങണമല്ലോ. അത് വാങ്ങിക്കാനായി അവൻ ആ സെഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെയാണെങ്കിൽ അതാ മുഴുവൻ സ്ത്രീകൾ. ശരിക്കും അവനാകെ ചടപ്പായിപ്പോയി. ഈശ്വര, നാളെ രാവിലെയാണ് പോവാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നേ. വേറൊരു ദിവസം വാങ്ങിക്കാമെന്ന് വെച്ചാൽ ഇനി സമയവുമില്ല. പോകുന്ന വഴി ഇതൊന്നും വാങ്ങാതെയാണോ നീ വന്നതെന്ന് ചോദിച്ച് ഫ്രണ്ട്സ് ആണെങ്കിൽ കളിയാക്കും. പിന്നെ സ്വിമ്മിംഗ് പൂളിലും മറ്റു പോവാനുള്ളത് കൊണ്ട് എന്തായാലും ഈ ട്രൗസർ ഇല്ലാണ്ട് പറ്റത്തുമില്ല. ചേച്ചിമാരല്ലാതെ ഏതെങ്കിലും ആണുങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആശ്വാസമായിരുന്നു. അവൻ ചുറ്റിലും നോക്കി. അവിടെയെങ്ങും പുരുഷന്മാരെ കാണുന്നതേയില്ല. മനസ്സില്ലാ മനസ്സോടെ മടിച്ച് അവൻ അങ്ങോട്ടേക്ക് എത്തി. തന്റെ അമ്മയുടെ പ്രായമുള്ള ചേച്ചിമാരൊക്കെയാണ് അവിടെ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ നിൽക്കുന്നത്. അവൻ ധൈര്യം സംഭരിച്ച് ആ ചേച്ചിമാരോട് സാധനത്തിനെ പറ്റി പറഞ്ഞു. ചേച്ചി, ഒരു ട്രൗസർ വേണം, ഇത്രയും ഉറക്കമുള്ളത്. അവൻ കാലിന്റെ സൈഡിലായി കൈവച്ച് കാണിച്ചു. അപ്പോഴേക്കും അവിടെ നിന്നിരുന്ന ചേച്ചി ഒന്ന് ഊറി ചിരിച്ചു. ചിരിച്ചുകൊണ്ടാണ് ആ സാധനം എടുത്തത്. അപ്പോഴേക്കും അവൻ ഉദ്ദേശിച്ച മോഡൽ അതല്ലായിരുന്നു. ഇങ്ങനത്തെ അല്ല ചേച്ചി, ഈ സൈഡിൽ ഇങ്ങനെ വള്ളിയുള്ളത്. അവൻ എന്തൊക്കെയോ മനസ്സിലുള്ളത് പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചു. സത്യം പറഞ്ഞാൽ ടെൻഷൻ കൊണ്ട് ഉദ്ദേശിച്ച സാധനത്തിന്റെ പേര് മറന്നുപോയിരുന്നു ജിൻസൺ. ചേച്ചി വീണ്ടും ചിരി തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ടേക്കതാ അടുത്തൊരാളും കൂടെ വരുന്നു. ആ ചേച്ചിയുടെ അടുത്ത് ഇവിടെ നിൽക്കുന്ന ചേച്ചി ഈ കാര്യം പറഞ്ഞതും രണ്ടാളും കൂടെ ചിരിക്കുക. എന്തിനാ ഇത്രയും ചിരിക്കുന്നേ? അതിന് തമാശയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ജിൻസൺ മനസ്സിൽ ശക്തമായി സംസാരിക്കുന്നുണ്ടെങ്കിലും അവന്റെ നാവിൽ നിന്ന് വാക്കുകൾ പുറത്തേക്കൊന്നും വരുന്നില്ല. അവനാകെ പേടിച്ച് വല്ലാതെ നിൽക്കുകയാണ്. വീണ്ടും ആളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു 4-5 പേരായി അവിടെ ഇപ്പോൾ സ്ത്രീകൾ. എല്ലാവരും അവൻ ഉദ്ദേശിക്കുന്ന സാധനം ഇതാണോ എന്നറിയാൻ ഓരോ മോഡലിലുള്ള സാധനങ്ങൾ എടുത്ത് കാണിക്കുകയാണ്. അല്ല എന്ന് ഓരോ തവണ പറയുമ്പോഴും അവരെല്ലാവരും അവനെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. പിന്നെ നിനക്ക് എങ്ങനത്തെ കളസമാടാ വേണ്ടത്? കൂട്ടത്തിലെ മുതിർന്ന സ്ത്രീ പറയുമ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാവരും ഒന്നടങ്കം ചിരിച്ചു. നീ തൽക്കാലം ഇന്ന് കളസം എടുക്കാതെ പോയാൽ മതി. അടുത്ത ആളും. എല്ലാവരും ചിരിക്കുമ്പോഴേക്കും അവന്റെ കണ്ണ് നിറഞ്ഞുപോയി. സങ്കടമായി കേട്ടോ ജിൻസന്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അവസ്ഥ വരുന്നത്. പുരുഷന്മാരാണ് കടയിലുള്ളതെങ്കിൽ അവർക്ക് താൻ പറയുമ്പോൾ തന്നെ സാധനം മനസ്സിലാവും, എടുത്തും കൊടുക്കും. ഇതിപ്പോൾ ഈ ചേച്ചിമാർ തന്നെ കളിയാക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയുന്നതാണോ എന്ന് അവന് ഡൗട്ട് തോന്നി. സങ്കടം കൊണ്ട് ഫിഗ്നി നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്കതാ ഡയാന ചേച്ചി വരുന്നേ. ഇവിടെ എന്താ ആകെ ഒരു ചിരിയും ബഹളവും. അവനാകെ വിറച്ചുപോയി. ഈശ്വര, ഡയാന ചേച്ചിയും കൂടെ ഇതറിഞ്ഞാൽ തന്നെ കളിയാക്കി കൊന്നത് തന്നെ. അങ്ങനെയാണെങ്കിൽ ഡാനിയും ഇതറിയും. ഞാൻ ട്രിപ്പിനെ പോകുന്നില്ല. വേണ്ട, ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ പോയേക്കാം. ഞാനെങ്കിൽ പിന്നെ വരാം എന്ന് പറഞ്ഞ് ജിൻസൺ അവിടെ നിറങ്ങാൻ ശ്രമിക്കുന്നതും ഡയാന അവനെ തടഞ്ഞു. അവിടെ നിക്കടാ, നീ വാങ്ങിക്കാൻ വന്നിട്ട് വാങ്ങിച്ചില്ലേ? എന്താ ചേച്ചി ഇവിടെ ബഹളം? അപ്പോഴേക്കും കൂട്ടത്തിലുള്ളൊരു ചേച്ചി കാര്യം പറഞ്ഞു. ഇവനൊരു ട്രൗസർ വാങ്ങാൻ വന്നതാ മോളെ. പക്ഷെ അവൻ അതിന്റെ പേരറിയത്തില്ല. വള്ളിയുള്ളതോ വള്ളി ഇല്ലാത്തതോ പല മോഡലിൽ ഞങ്ങൾ കാണിച്ചു. ഇറക്കമുള്ളതോ ഇറക്കമില്ലാത്തതോ എന്തെങ്കിലും ഈ ചെറുക്കൻ വായ തുറന്നൊന്ന് പറയണ്ടേ? താത്തേ തിത്തിത്തേ എന്ന് പറഞ്ഞ് വന്നപ്പോ തുടങ്ങി നിന്ന് പരിങ്ങുക. അവന്റെ നിപ്പ് കണ്ട ഞങ്ങളെല്ലാവരും കൂടെ അവനെ ഇപ്പോ എന്തെങ്കിലും ചെയ്തു കളയോ എന്ന് തോന്നിപ്പോ. അത് കേട്ടതും ഡയാനയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഇപ്പോൾ കരയുമെന്ന ലക്ഷണത്തിൽ നിൽക്കുന്ന ആ സങ്കടപ്പെട്ടുള്ള അവന്റെ മുഖം കണ്ടപ്പോഴേക്കും സങ്കടമായിപ്പോയി ഡയാനയ്ക്ക്. നിങ്ങൾ എന്താ കാണിക്കുന്നേ? ഒരു ചെറിയ ചെക്കനല്ലേ, അവനെ ഇത്രയും കളിയാക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാവരുടെ സ്വഭാവവും ഒരുപോലെ അല്ലേ ചേച്ചി? ചിലർക്ക് ഇത്തരം കാര്യങ്ങളിൽ അല്പം നാണമോ പരിചയമില്ലാത്തവരോട് സംസാരിക്കാൻ മടിയൊക്കെ ഉണ്ടാവും. നിങ്ങളെ പോലെ അവൻ നാക്കിനെല്ലാതെ സംസാരിക്കണമെന്നാണോ പറഞ്ഞു വരുന്നത്?
ഡയാന ജിൻസനെ സപ്പോർട്ട് ചെയ്ത് അവിടെ നിന്നിരുന്ന സ്ത്രീകൾക്ക് എല്ലാവർക്കും വയറ് നിറയെ കൊടുത്തു. അവന്റെ മനസ്സിൽ ഒരുപാട് സന്തോഷമായി. മഞ്ഞ് വീഴുന്നത് പോലെ തോന്നിപ്പോയി ഇത്ര നേരം ചുട്ടുപൊള്ളിക്കൊണ്ടിരുന്ന അവന്റെ ആ മനസ്സിനുള്ളിൽ. സന്തോഷം കൊണ്ട് അവനൊന്ന് ചിരിച്ചു. അപ്പോഴേക്കും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അടർന്നു വീണിരുന്നു. അവിടെ നിന്നിരുന്നവരെല്ലാം രണ്ടുപേരെയും മാറി മാറി നോക്കി പിറുപിറുത്തുകൊണ്ട് അപ്പുറത്തേക്ക് പോയി. അത് കൊള്ളാം, ഇപ്പൊ ഞങ്ങളുടെ മേലെയായോ കുറ്റം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പിറുപിറുക്കുന്നുണ്ടെങ്കിലും ഡയാനയുടെ മുഖത്ത് നോക്കി നേരെ നിന്ന് കാര്യം പറയാൻ ആരും ധൈര്യപ്പെടില്ല. അത് മറ്റൊരു കാര്യം. അവർ പോയപ്പോഴേക്കും ഡയാന അവന്റെ മുഖത്തേക്ക് നോക്കി. ദേഷ്യ ഭാവമൊക്കെ മാറി അവൾ നന്നായി ഒന്ന് ചിരിച്ചു. നീ തടാ പേടിച്ചു പോയോ? ഇല്ല ചേച്ചി. പിന്നെ ഇല്ലെന്നോ? നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. അവന്റെ കണ്ണിൽ നിന്ന് ആ തുളുമ്പി നിൽക്കുന്ന കണ്ണുനീർ വാത്സല്യത്തോടെ അവൾ തുടച്ചു കളഞ്ഞു. സന്തോഷമായി പോയിരുന്നു ജെൻസൺ ഒരുപാട്. അത് ശരി, കാര്യമൊക്കെ പോട്ടെ. എന്ത് വാങ്ങിക്കാനാണ് നീ വന്നത്? അത് നന്നായി തന്നെ അവൻ വിക്കിപ്പോയി. നിനക്കെന്താ ആ സാധനത്തിന്റെ പേരോർമ്മ വരുന്നില്ലേ? ഇല്ല ചേച്ചി. അവൾ അവിടെ നിന്ന് ഓരോ സാധനം വീണ്ടും വീണ്ടും എടുത്തു കാണിച്ചു. ഇതാണോ? അവൻ പറയുന്നത് പിടികിട്ടാതായപ്പോൾ അവൾ ഫോൺ എടുത്ത് കുറച്ച് ഐറ്റംസ് ഗൂഗിൾ ചെയ്തു. 2-3 ഫോട്ടോ കാണിച്ചപ്പോഴേക്കും ഏതാണ്ട് അവൻ ഉദ്ദേശിച്ച മോഡൽ അവൾക്ക് കിട്ടി. ഓ, ഇതായിരുന്നല്ലേ സാധനം? അതാ ഇവിടെയുണ്ട്. ഡയാന ഉടനെ അതെടുത്തു കേട്ടോ. നിനക്കിത് കറക്റ്റ് ആകുമോ? സൈസ് എത്രയാടാ? അപ്പോഴേക്കും സങ്കടം കൊണ്ട് നിറഞ്ഞിരുന്ന അവന്റെ മുഖത്ത് വേറൊരു രീതിയിലുള്ള നാണം തെളിച്ചു. അവന്റെ പെട്ടെന്നുള്ള ആ നാണം കണ്ടപ്പോൾ ഡയാനയ്ക്ക് ചിരി വന്നുപോയി. അയ്യടാ, 20 വയസ്സായി, എന്നിട്ടും ചെറുക്കന്റെ നാണം നോക്ക്, ഇള്ള കുഞ്ഞിനെ പോലെ. എത്ര നിന്റെ സൈസ് എന്ന് പറ? 85 അവനപ്പോൾ സ്വന്തം അരയിലേക്ക് നോക്കിയിട്ട് മനസ്സിലാവാത്ത രീതിയിൽ വീണ്ടും അവളെ നോക്കി. ഹോ, ഇങ്ങനെ ഒരു ചെറുക്കൻ. ഇങ്ങോട്ട് വന്നേ, നീ ഇതിട്ട് നോക്ക്, എന്നാലേ അറിയാൻ പറ്റൂ. അടുത്തുള്ള ഡ്രസ്സിംഗ് റൂമിലേക്ക് അവനെ അവൾ വിളിച്ചുകൊണ്ടുപോയി. അനുസരണയുള്ള കുട്ടിയെ പോലെ അവൻ അവളെ അനുഗമിച്ചു. മുറിയിൽ ചെന്നപാടും ഇതിട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ കയ്യിലിരുന്ന ഡ്രസ്സ് അവന്റെ നേരെ നീട്ടി. കാലിലേക്ക് ധരിച്ചിരുന്ന ജീൻസിന്റെ പുറമെ അവൻ അത് കയറ്റുന്നു കണ്ടപ്പോൾ തന്നെ അവൾ തലക്കിട്ടൊരു കിഴുക്ക് കൊടുത്തു. അങ്ങനെയല്ല മണ്ട, ഈ സാധനമൊക്കെ ഡ്രസ്സിന്റെ പുറമെ ഇട്ടാൽ എങ്ങനെയാ സൈസ് അറിയാൻ പറ്റുക? നീ ആദ്യം ആ പാന്റ് മാറ്റിയിട്ടിട്, എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. അവനപ്പോ നിന്ന നിൽപ്പിൽ നിന്ന് വിയർക്കാൻ തുടങ്ങി. അങ്ങോട്ടേക്ക് ഇടടാ. എന്തു പറ്റി? ഞാൻ നിൽക്കുന്നോണ്ടാണോ? ഡയാന ചോദിച്ചു. അവൻ മിണ്ടാതെ അതേ എന്നുള്ള ആക്ഷൻ കാണിച്ച് ഒന്ന് ചിരിച്ചു. അവളപ്പോൾ തിരിഞ്ഞു നിന്നു. ശരി, ഞാൻ തിരിഞ്ഞു നിൽക്കാം, നീ ഇട്ടോളൂ. അപ്പോഴും അവൻ ആദ്യമായിട്ടായിരുന്നു ആ മോഡൽ വാങ്ങിയിരുന്നത്. അതുകൊണ്ടെന്താ, അതിന്റെ ഓരോ വള്ളിയും തൊങ്ങല് പോലുള്ള സാധനങ്ങളൊക്കെ എവിടെ കറക്റ്റായി കണക്ട് ചെയ്യണമെന്ന് അവൻ അറിയില്ല. അത് പകുതിക്ക് ഇട്ട് നിന്നുകൊണ്ട് അവൻ നിന്ന് തിരിഞ്ഞു കളിക്കുകയാണ്. 10 മിനിറ്റ് ആയല്ലോ, കഴിഞ്ഞോ നീ? ഞാൻ ദേ തിരിയുവാ എന്ന് പറഞ്ഞ് ഡയാന തിരിയുമ്പോഴേക്കും അവൻ നിന്നിരുന്ന കോലം കണ്ട് അവൾ പൊട്ടി ചിരിച്ചു. അത്രയും നേരം മറ്റു സ്ത്രീകളൊക്കെ ചിരിക്കുന്നത് കണ്ട് അവന് സങ്കടം തോന്നിയെങ്കിലും ഡയാന ചിരിക്കുന്നത് കണ്ടപ്പോൾ അവന് ശരിക്കും സങ്കടമൊന്നും വന്നില്ല കേട്ടോ. മറിച്ച് അവൾ തമാശയ്ക്ക് ചിരിച്ചാണെന്ന് മനസ്സിലാക്കി അവളുടെ ആ തമാശയിൽ അവനും പങ്കുചേർന്നു. ഓ ചേച്ചി, എന്തിനാ എന്നെ കളിയാക്കുന്നേ? ഞാനിത് ആദ്യമായിട്ടാ വാങ്ങിക്കുന്നേ. ഹോ, ഇപ്പോഴെങ്കിലും എന്റെ പൊന്നുമോന്റെ ഈ തിരുവായോ ഒന്ന് തുടർന്നല്ലോ. ഇങ്ങോട്ട് വാ, ഞാൻ ഇടിച്ചു തരാം. ഇതും പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ അരയിലേക്ക് അത് വലിച്ചിട്ടു. എന്നിട്ട് ഓരോ സൈഡിലെ വള്ളിയും ഹുക്കുമൊക്കെ ശരിയാക്കിക്കൊണ്ടിരുന്നു. അവളുടെ ഓരോ തവണയും കൈവിരലുകൾ അമരുമ്പോൾ അവൻ വല്ലാതെ ഇക്കിളിപ്പെടുന്നുണ്ടായിരുന്നു. ഇക്കിളി കൊണ്ട് അവൻ പുളയുമ്പോൾ അവൾ കളിയാക്കി. അടങ്ങി നിക്ക് ചെറുക്ക, ഇതിപ്പോ പെമ്പിള്ളേനേക്കാളും കഷ്ടമാണല്ലോ നീ. അവനും വീണ്ടും ചിരിച്ചുകൊണ്ടാണ് അവൾ ഓരോ തവണയും അതിട്ട് കൊടുക്കുമ്പോൾ നിന്നുപോയത്. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയുണ്ട് എന്നവൾ ചോദിച്ചു. അവളിങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോൾ അവന് നാണം വന്നു. പാൻ്റ് അഴിച്ചിട്ടാണല്ലോ താൻ നിൽക്കുന്നത്. അവൾ നോക്കിയിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട്? കറക്റ്റ് സൈസാണോ? അല്ല ചേച്ചി, ഇതല്പം ടൈറ്റാണ്. അതെയോ? എന്നാൽ മറ്റൊരെണ്ണം എടുക്കാം, നീ വാ. അയ്യോ, ഞാൻ എങ്ങനെ ഇപ്പൊ പുറത്തേക്ക് വരുന്നേ? ചേച്ചി തന്നെ എടുത്താൽ മതി. എങ്കിൽ ശരി. നിനക്ക് ഇതിൻ്റെ ഒപ്പം വേറെ ടീഷർട്ട് എന്തെങ്കിലും വേണോ? എന്നാൽ ഈ മാച്ചിങ് കളറിലുള്ള ഒരു ടീഷർട്ടും എടുത്തോ, അവൻ പറഞ്ഞു. അല്പസമയം അവന്റെ ശരീരം മൊത്തം നോക്കി കണ്ണുകൊണ്ടൊന്ന് അളവെടുത്തിട്ട് അവൾ പോയി ഒരു ടീഷർട്ടും നേരത്തെ എടുത്തിരുന്ന ആ സെയിം മോഡലുള്ള ട്രൗസറിന്റെ അല്പം വലിയ സൈസുമായി വന്നു. ഇനി നീ ഇതൊന്നിട്ട് നോക്ക്. അപ്പോഴേക്കും അവൻ മടിച്ചു നിന്നു. അവനാദ്യം ടീഷർട്ട് അയച്ച് അവൾ കൊടുത്ത ടീഷർട്ട് ഇടാൻ പോകുമ്പോഴേക്കും അവൾ തടഞ്ഞു. അവിടെ നിൽക്ക്,
ആദ്യം ടീഷർട്ട് ഇടണ്ട, നീ ട്രൗസർ തന്നെ ഇട്ടാൽ മതി. എന്നിട്ട് വേണം ഈ ടീഷർട്ട് ഇടാൻ കേട്ടോ. അങ്ങനെ ഇത് ഓരോ രീതിയുണ്ട്, അങ്ങനെ ഇട്ടാൽ മാത്രമേ കറക്റ്റ് ആവൂ. എങ്കിൽ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ ട്രൗസർ അഴിച്ച് പുതിയതിടാൻ തുടങ്ങി. അപ്പോഴേക്കും അവൾ തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു മുന്നറിയിപ്പുമില്ലാതെ അവൾ തിരിഞ്ഞു. അർദ്ധനഗ്നായി നിൽക്കുന്ന തന്നെ ചേച്ചി നോക്കുന്നു കണ്ടപ്പോൾ അവൻ വീണ്ടും വിളർത്തു വേർത്തു പോയിരുന്നു. ചേച്ചി എന്താ നോക്കുന്നേ? അവൻ തിരിഞ്ഞു കളഞ്ഞു. അടങ്ങി നിക്കടാ അവിടെ, ഞാൻ കണ്ടെന്ന് വെച്ച് ഒന്നും വരാൻ പോകുന്നില്ല. എന്റെ ഡാനിമോന്റെ പ്രായമേ ഉള്ളൂ നിനക്കും. നീ എന്റെ അനിയൻ തന്നെയാ, നിന്നെ ഞാൻ പിടിച്ച് തിന്നു കളയോ? അങ്ങനെയൊന്നുമില്ല. എങ്കിലും ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്ക്. നേരെ നിന്നോ, മടിയൊന്നും വിചാരിക്കണ്ട. മനസ്സില്ലാ മനസ്സോടെ ജെയ്സൺ അവളുടെ നേരെ തിരിഞ്ഞു നിന്നു. അവൻ പതുക്കെ നേരെ ആ സാധനം വിട്ട് കുടുക്കൊക്കെ ഇടാൻ നോക്കിയിട്ട് ശരിയാവുന്നില്ല. ഓരോ തവണയും അവൻ ഇട്ട് കൊടുക്കാൻ നോക്കുമ്പോൾ വിരലുകൾ ഇങ്ങനെ മുട്ടിമുട്ടി അവസാനം എന്താ പറയാ, താഴെ ഒരാൾ അനങ്ങുന്നത് ജെയ്സൺ അറിഞ്ഞു. അവൾക്ക് ആദ്യം മനസ്സിലായില്ലെങ്കിലും അവന്റെ പരുങ്ങലിൽ നിന്ന് കാര്യം പിടികിട്ടി. അവൾ നോക്കുമ്പോഴേക്കും അതാ ഒരാൾ തല ഉയർത്തുന്നു. അവളൊന്ന് ഞെട്ടി. എടാ കള്ള, ഞാൻ വിചാരിച്ച പോലെ അത്ര നിഷ്കളങ്കനൊന്നും അല്ലല്ലോ നീ. ദേ നോക്കിക്കേ. അപ്പോഴേക്കും നാണം കൊണ്ടാകെ പൂത്തുപോയിരുന്നു നമ്മുടെ ജെയ്സൺ. ചേച്ചിയോട് ഞാൻ പറഞ്ഞതല്ലേ തനിയെ ഇടാമെന്ന്. നല്ല ചേലായി. നീ ഇത് തനിയെ ഇട്ടിരുന്നെങ്കിൽ ഇപ്പോൾ കീറി പറിച്ച് കുളമാക്കി തന്നേനെ. ഞാൻ കണ്ടതുകൊണ്ട് ഭാഗ്യം. ശരി, ഈ തൽക്കാലം ആ ടീഷർട്ടും കൂടെ ഇട്. രണ്ടും കൂടെ മാച്ച് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാമല്ലോ. അവൻ ടീഷർട്ട് ഇടുന്ന സമയം മുഴുവൻ അവളുടെ കണ്ണുകൾ അവന്റെ പുറം മുഴുവൻ ഒഴിഞ്ഞു നടക്കുകയായിരുന്നു. എന്ത് ഭംഗിയാണ് ചെറുക്കനെ കാണാൻ. ഈ ജിമ്മിൽ പോകുന്നുണ്ടോ? ഉണ്ട്, അവൻ പറഞ്ഞു. വെറുതെ അല്ല, അവൾ പിറുപിറുത്തു. എത്ര നാളായി ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട്? അത് ഒരു 2 വർഷം. ആഹാ, അത് കേട്ടപ്പോൾ അവൾക്ക് വീണ്ടും ഇംപ്രഷനായി. എന്ത് രസമാ ഇവന്റെ ശരീരം കാണാൻ. നല്ല ഉറച്ച ബോഡി, നല്ല ക്ലീനായി വെട്ടിയൊതുക്കിയിരിക്കുന്ന മീശ, നല്ല ചുള്ളൻ തന്നെയാ ചെറുക്കൻ. അല്പം ഇൻട്രോവേർട്ടാണ്, ആരോടും മിണ്ടില്ല. എങ്കിലും ഇത്രയും സൗന്ദര്യം ഈ ടീഷർട്ടിന്റെയും പാന്റിന്റെയും ഉള്ളിൽ ഇവൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അവൾ ഇപ്പോഴാ അറിയുന്നേ. അത് മാത്രമല്ല, നേരത്തെ ആ പാന്റിന്റെ സാധനമൊക്കെ ഇടിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ അവൾ പതിയെ അവന്റെ അവിടെയും ഇവിടെയും ഒക്കെ മനഃപൂർവ്വം അല്ലെങ്കിലും കൈകളൊക്കെ നമർത്തിയിരുന്നു. എന്ത് സ്ട്രോങ് ആണ് ഇവൻ. ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല. ആളൊരു കിടിലൻ കാളക്കൂട്ടം തന്നെ, അവൾ മനസ്സിലോർത്തു. പിന്നെ ആ വലിപ്പവും അവൾ നേരിട്ട് കണ്ടതല്ലേ. നല്ല ഉശിരൻ സാധനം തന്നെ. കുറച്ചു സമയം ഏതോ മായാലോകത്തെന്ന പോലെ ഡയാന സ്വപ്നം കണ്ട് ഓരോന്ന് ആലോചിച്ചു പോയി. പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ തന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ കോഴി സ്വഭാവം പുറത്തു വരുന്നത് അവൾ അറിഞ്ഞു. കഷ്ടപ്പെട്ട് ജെയ്സനോടുള്ള തന്റെ ആഗ്രഹമൊക്കെ മനസ്സിലടക്കി അവൾ നിന്നു. ഇട്ട് കഴിഞ്ഞില്ലേ? ഓക്കെ ആയോ? കുഴപ്പമില്ല ചേച്ചി. എങ്കിൽ ഡ്രസ്സ് മാറി നിന്റെ ഡ്രസ്സ് ഇട്ടോളൂ. ഇത് രണ്ടും ഞാൻ പാക്ക് ചെയ്യട്ടെ? ശരി, പാക്ക് ചെയ്തോളൂ. അവനത് പറയുമ്പോഴേക്കും അവളാകെ ആ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് വിയർത്തൊലിച്ചിരുന്നു. നന്നായ ഒരു ഫാൻ പോലും അവിടെ ഇല്ല. വിയർത്തൊലിച്ച് അവളുടെ ഹാഫ് സാരിയുടെ സൈഡിലൂടെയെല്ലാം വിയർപ്പ് തുള്ളികൾ ഒഴുകുമ്പോൾ എന്തൊരു ചന്തമാ. അവനതെല്ലാം നോക്കി ശരിക്കും പറഞ്ഞാൽ കൊതിയിറക്കിപ്പോയി. ചേച്ചി ഒരു അസൽ സുന്ദരി തന്നെ. പിന്നാമ്പുറത്തിന്റെ കാര്യം പറയേ വേണ്ട, മുൻഭാഗം അതിലും രസമാ. അതിൻ്റെ ഒപ്പം ഹാഫ് സാരിയും കൂടെ ആകുമ്പോൾ കാണേണ്ട കാഴ്ച തന്നെ. ഓരോ തവണയും ചെരിഞ്ഞും കുരിഞ്ഞുമൊക്കെ നിന്ന് അവന്റെ പാൻറ്റിടാൻ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവൻ കണ്ട കാഴ്ചകൾ, മനോഹരമായ മാതളങ്ങൾ, എന്ത് ഭംഗിയാണ് കാണാൻ. അത് മുഴുവനുമായി കാണാൻ കിട്ടിയിരുന്നെങ്കിൽ അവൻ മനസ്സിലോർത്തു. ആ ഓർമ്മയ്ക്കിടയിലാണ് താഴെ അവൻ അനക്കം വെച്ചതും. അപ്പോഴേക്കും ചേച്ചി അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ ആ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് അവൻ അവിടെ നിന്ന് ഇറങ്ങി. ആ സമയമൊത്തെയും അവളുടെ മനസ്സ് മുഴുവൻ ജെൻസനായിരുന്നു. ഈശ്വര, ഇത്രയും കാലം ഈ ചെറുക്കൻ ഇവിടെ ഉണ്ടായിട്ടും അവനെപ്പറ്റി മനസ്സിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ. ഇപ്പോൾ ഇതാ എന്ത് രസമാണ് അവനെ കാണാൻ. ഒരു ബോളിവുഡ് നടന്റേതായ എല്ലാ കാര്യങ്ങളുമുള്ള ഒത്ത ഒരു ശരീരം. കാര്യം തന്റെ അനിയൻ ഡാനിയുടെ പ്രായമേ ഉള്ളെങ്കിലും അവന്റെ ബോഡി കണ്ടാൽ അങ്ങനെയൊന്നും പറയേയില്ല. നല്ല ഉശിരൊരു ആൺകുട്ടി. അവനെപ്പറ്റി ഓരോന്ന് വിചാരിച്ചാണ് അന്ന് രാത്രി കിടന്നുറങ്ങിയത് നമ്മുടെ ഡയാന. ആ സമയത്ത് ഇവിടെ നമ്മുടെ ജെയ്സന്റെ കാര്യം വ്യത്യസ്തമല്ലായിരുന്നു കേട്ടോ. അവൻ എന്താ ചെയ്തെന്നറിയാമോ? ഡയാന ചേച്ചിയെ ഓർത്ത് തന്നെയാണ് അവൻ ഓരോ സ്ഫോടനങ്ങളും നിക്ഷേപിച്ചുകൊണ്ടേയിരുന്നത്. പിന്നീടുള്ള
1-2 ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ടൂർ പോകുമ്പോൾ അവിടെ അതുപോലെയുള്ള ശരീരപ്രകൃതിയുള്ള സ്ത്രീകളെ കണ്ടാൽ അവനപ്പോൾ ഡയാനയെ ഓർക്കും. ഡയാന തന്നെ മുമ്പിൽ അന്ന് നിന്നിരുന്ന ആ നിൽപ്പും വിയർത്ത ശരീരവും ആ വിയർപ്പിന്റെ ചൂടുള്ള സ്മെല്ലുമൊക്കെ ഓർക്കുമ്പോഴേക്കും അവന് ശരിക്കും അന്നത്തേതുപോലെ തന്നെ താഴെ അനക്കം വെക്കുന്ന അതേ ഫീല്. പറഞ്ഞു വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവന് ഡയാനയോട് അടങ്ങാൻ പറ്റാത്ത കൊതിയായിപ്പോയി. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നാട്ടിൽ ചെല്ലുമ്പോൾ ചേച്ചിയുടെ അടുത്തുനിന്ന് പോകണം. വീണ്ടും ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞു തന്നെ ചെല്ലാം, അല്ലെങ്കിൽ ചേച്ചി കണ്ടുപിടിച്ചാലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേച്ചി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും. ചെറുതായിട്ട് ചേച്ചിയുടെ ഒരു സ്പർശന സുഖവും ആസ്വദിച്ച് ഇങ്ങ് പോരാലോ അവൻ മനസ്സിലോർത്തു. അവൻ എങ്ങനെയെങ്കിലും ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും വളയ്ക്കണമെന്നുള്ള മൈൻഡിലായിരുന്നു നമ്മുടെ ഡയാനയും. രണ്ടുപേർക്കും ഏതാണ്ട് മനസ്സിൽ ഒരേ സമയം ഈ ഫീലിങ്സ് വന്നതുകൊണ്ട് നമുക്കല്ലേ ഗുണം ഇവരുടെ ഈ കഥയൊക്കെ കേട്ട്, അല്ലെങ്കിൽ ഈ കിടിലൻ ഫീലുള്ള സ്റ്റോറിയൊക്കെ വായിച്ച് നല്ല ത്രില്ലിംഗ് ആയിട്ട് ഇരിക്കാമല്ലോ. ട്രിപ്പും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് ഡാനി വീട്ടിലെത്തിയപ്പോഴേക്കും ഡയാനിക്ക് സന്തോഷമായി. ജെൻസൺ എങ്ങനെ ഉണ്ടായിരുന്നടാ? എല്ലാവരും ട്രിപ്പ് നന്നായി എൻജോയ് ചെയ്തോ? ഓ പിന്നെ അടിപൊളിയായിരുന്നു. അവനൊരു സൂപ്പർ സാധനമൊക്കെ ആയിട്ടാ വന്നത് ഇടാൻ. നല്ല സൂപ്പർ സാധനം ചേച്ചി, പുതിയ മോഡൽ. ചേച്ചിയുടെ കടയിൽ നിന്നാണ് എടുത്തത്. ചേച്ചിയാണോ സെലക്ട് ചെയ്ത് കൊടുത്തത്? അപ്പോഴേക്കും അവളൊന്ന് പരിങ്ങി. അല്ലടാ, എന്തേ? ഞാൻ ചോദിച്ചതാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഒന്ന് എനിക്കും വേണം കേട്ടോ. ചേച്ചി എനിക്കും കൊണ്ട് തരണേ. ഇതും പറഞ്ഞ് ഡാനി മുറിക്കകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും ഡയാന മനസ്സിലൊന്ന് ചിരിച്ചു. അടുത്ത ദിവസം എങ്ങനെ ജെൻസിനെ കാണുമെന്നും അവന്റെ ഫോൺ നമ്പർ ഒപ്പിക്കണമല്ലോ എന്നൊക്കെ അവൾ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് പതിവുള്ളൊരു ശബ്ദം അതാ മുന്നിൽ കേൾക്കുന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന ജെൻസിനെ കണ്ടപ്പോൾ തിരിച്ചു പറഞ്ഞാൽ അവൾ ഞെട്ടിപ്പോയി. അവളുടെ മനസ്സിൽ ഒരുപാട് സന്തോഷവുമായി. ഇവിടെ നിന്ന് പോകുമ്പോഴുള്ള വേഷം പോലെയൊന്നുമല്ല. ഒരു ഫ്രീക്കൻ ടീഷർട്ടും പാൻറ്റുമാണ് ധരിച്ചിരിക്കുന്നത്. മുടിയൊക്കെ നല്ല അലസമായിട്ടുണ്ട്. അല്പം നീളമുണ്ട് അവന്റെ മുടിക്ക്. അതാണ് അവന്റെ ഭംഗിയും. മുഖത്ത് ഒരു സ്പെക്സും ഉണ്ട്. നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ. ട്രിപ്പൊക്കെ പോയപ്പോ ആളങ്ങ് ഉഷാറായെന്ന് തോന്നുന്നു. അവൾ പറഞ്ഞു. ചേച്ചി തനിച്ചേ ഉള്ളോ? മറ്റു ചേച്ചിമാരൊക്കെ എവിടെ? അവൻ ചുറ്റിനും നോക്കിക്കൊണ്ട് ചോദിച്ചു. അതോ, ഇപ്പോതാ ആ ചേച്ചി മാത്രമേ ഉള്ളൂ. അവിടെ മറ്റൊരു സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ബാക്കിയുള്ളവരോ? അവരൊക്കെ ഇന്ന് ലീവാടാ. ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമല്ലേ, അതുകൊണ്ട് എല്ലാവരും ആ കാര്യത്തിനൊക്കെയായി പോയിരിക്കുകയാണ്. അതേല്ലേ, ഇതിപ്പോ ലാഭമായല്ലോ, ജെൻസൺ മനസ്സിലോർത്തു. ഏതായാലും ഇവൻ ഇന്ന് തന്നെ വന്നത് നന്നായി. ആ സമയത്ത് ഡയാനയുടെ മനസ്സിലും അത് തന്നെയായിരുന്നു. അല്ല, എന്താ ഇപ്പം മോൻ ഈ വഴിക്ക്? അന്ന് കൊണ്ടുപോയതൊക്കെ ട്രിപ്പിന് പോയപ്പോൾ ഇട്ടോ? ഇട്ടു ചേച്ചി. അതുപോലത്തെ ഒരെണ്ണം കൂടെ എനിക്ക് വേണം. അതെടുക്കാനാ ഇപ്പൊ ഞാൻ വന്നത്. അതെയോ? ശരി ശരി, ദാ ഈ കളർ മതിയോ? അവളതെടുത്ത് കാണിച്ചു. ഇങ്ങനത്തെ അല്ല ചേച്ചി, ഇതിനെക്കാട്ടിലും ചെറുതുണ്ടാവില്ലേ, തീരെ ഷോർട്ടായിട്ടുള്ളത്. അവളപ്പോൾ ഒരു കളിയാക്കി ചിരിയോടെ അവനെ നോക്കി മറ്റൊരെണ്ണം എടുത്തു. ഇതും നിനക്ക് ഈ സൈസ് അല്ലേ വേണ്ടത്? ഇതാ കൊണ്ടുപോയിക്കോളൂ. അയ്യോ, അങ്ങനെ കണ്ണടച്ച് കൊണ്ടുപോകാൻ പറ്റില്ല ചേച്ചി, ഇട്ട് നോക്കണം. അല്ലാതെ എങ്ങനെയാ? എടാ അതല്ലടാ, ഒരെണ്ണത്തിന്റെ സൈസ് നിനക്കറിയാമല്ലോ, പിന്നെ എന്താ? ഡയാന പറഞ്ഞു. അല്ല ചേച്ചി, ഞാൻ ആദ്യമായിട്ടാ കറക്റ്റ് പാകത്തിനൊരെണ്ണം ഇവിടെ നിന്ന് കൊണ്ടുപോയി. അതും ഇട്ട് നോക്കിയത് കൊണ്ട്. അല്ലാതെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടു പോയാൽ ഒന്ന് ലൂസായിരിക്കും, അല്ലെങ്കിൽ ടൈറ്റ് ആവും. ഞാൻ ഇട്ട് നോക്കിയിട്ട് തന്നെ എടുക്കുന്നുള്ളൂ. ചേച്ചി ഒന്ന് വരുമോ എന്നെ ഒന്ന് ഇടിയിപ്പിക്കാൻ? എനിക്കത് കറക്റ്റായിട്ട് ഇടാനൊന്നും അറിയില്ല. എടാ കള്ള, അവൾ മനസ്സിൽ വിചാരിച്ചു. അവന്റെ മനസ്സിലിരിപ്പം ഏതാണ്ട് ഇതൊക്കെ തന്നെയാന്ന് അവൾക്ക് മനസ്സിലായതോടെ അവൾ വശ്യമായി ഒന്ന് ചിരിച്ചു. അവളുടെ ആ മനോഹരമായ ചിരി കണ്ടപ്പോൾ തന്നെ അവന്റെ മനസ്സങ്ങ് അലിഞ്ഞുപോയി. താഴെ അനക്കം വെക്കുന്നത് അവൻ അപ്പോൾ തന്നെ വ്യക്തമായി മനസ്സിലായി. അവൾ അവനുമായി ആ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. അപ്പോൾ തന്നെ, ചേച്ചി ഞാനിപ്പോ വരാമേ, ഈ സെക്ഷനും കൂടെ ഒന്ന് നോക്കണമേ എന്നവൾ പറഞ്ഞാണ് ആ കഥകിനുള്ളിലേക്ക് കയറുന്നത്. അപ്പോഴേക്കും ജെയ്സൺ അവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അവൻ ആദ്യം തന്നെ ആ ടീഷർട്ട് എടുത്ത് മാറ്റി. നീ എന്തിനാ ഈ ഷോർട്സ് ഇടാനായിട്ട് ടീഷർട്ട് മാറ്റുന്നേ? അതോ, അവനൊന്ന് പരിങ്ങി. അത് പിന്നെ ചേച്ചി അന്ന് പറഞ്ഞില്ലേ ടീഷർട്ട് മാറ്റിയിട്ട് വേണം ഇതിടാനെന്ന്, അതുകൊണ്ടാ. ഉവ്വേ. കാര്യം ഏതാണ്ട് പിടികിട്ടിയതുപോലെ അവൾ അവനെ നോക്കിയൊന്ന് ചിരിച്ചു. എങ്കിലും താൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാതെ അവൻ ഇങ്ങോട്ട് തന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പെരുമാറുന്നുണ്ടല്ലോ. അവൾക്ക് അതിൽ തന്നെ സന്തോഷമായി. ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് എല്ലാ കാര്യത്തിലും താൻ തന്നെ മുൻകൈ എടുക്കണമെന്നോർത്ത് അവള് മടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ത്രില്ലൊക്കെ ഉണ്ട്.
അവൾ മനസ്സിലോർത്തു. ഡയാന നൈസായിട്ട് അവന്റെ ശരീരം മുഴുവനും കണ്ണുകൾ കൊണ്ടൊന്ന് നോക്കി കൊതിയിറക്കിക്കൊണ്ട് നിന്നു. അപ്പോഴേക്കും അവൻ ധരിച്ചിരുന്ന ആ പാൻറ്റും മാറ്റി. ചേച്ചി, ഇനി ഞാൻ ഇട്ടോട്ടെ? അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്ന് അത്ഭുതപ്പെട്ടുപോയി അവിടെ കണ്ട കാഴ്ച. എന്തായിരുന്നെന്നോ, അവൻ വസ്ത്രത്തിനടിയിൽ പ്രത്യേകിച്ച് മറ്റൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അയ്യോ, എന്താ ഇത്? നൂൽബന്ധമില്ലാതെ തന്റെ അടുത്ത് നിൽക്കുന്ന ആ പ്രായപൂർത്തിയായ ചെക്കനെ കണ്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി. കൈകൾ രണ്ടും വായിൽ വെച്ച് പൊത്തിക്കൊണ്ട് അവൾ പറഞ്ഞു, വസ്ത്രമെടുത്ത് ധരിക്കടാ, നീ എന്താ തോന്നിയാസാ കാണിക്കുന്നേ? അവനപ്പോൾ ചിരിച്ചു. കറക്റ്റ് സൈസ് അറിയാൻ വേണ്ടിയാ ചേച്ചി, അല്ലാണ്ട് വേറെ ഉദ്ദേശത്തിലൊന്നുമല്ല. അവളെങ്കിലും മനസ്സില്ലാ മനസ്സോടെ അവളുടെ കണ്ണുകൾ അനുസരണക്കേട് കാട്ടി അവന്റെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. എന്തൊരു വലിപ്പമാണ് എന്റെ ഈശ്വര, ഇതെന്റെ ഒരു കയ്യിൽ ഒതുങ്ങിയില്ലല്ലോ, അവൾ മനസ്സുകൊണ്ട് വിചാരിച്ചു. എത്ര തവണ തിപ്പി എന്തിരിഞ്ഞു നിൽക്കാൻ നോക്കിയെങ്കിലും ഒരു തരത്തിലും ആ സാധനത്തിന്റെ ഭംഗിയും മുഴുപ്പും കൊണ്ട് അവൾക്ക് കണ്ണു വലിക്കാൻ പറ്റുന്നേയില്ല. അവൾ കൊതിയോടെ അതിലേക്ക് ഇറ്റുനോക്കി. ഏതാണ്ട് പകുതി ഉണർന്ന മട്ടാണ്. മുഴുവനായി ഉണർത്താൻ ഇനി താനും കുറച്ച് ഇടപെട്ടേക്കാം, അവൾ മനസ്സിൽ വിചാരിച്ചു. അവൻ ആ ഷോർട്സ് ധരിക്കുന്ന സമയം കൊണ്ട് അവൾ എന്ത് ചൂടാ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹാഫ് സാരി എടുത്ത് അടുത്തേക്ക് തൂക്കിയിട്ടു. ആ ബ്ലൗസും പാവാടയും മാത്രം ധരിച്ച ആ സുന്ദരി അവൻ കണ്ണുകൊണ്ട് അവളെ മുഴുവൻ ആസ്വദിച്ചു. എന്ത് സുന്ദരിയാ ചേച്ചിയെ കാണാൻ! അവനത് അബദ്ധത്തിൽ വായ തുറന്നു പറഞ്ഞുപോയി. അവൾക്കത് കേട്ടപ്പോൾ ചിരിയാണ് വന്നേ. ഇനി ഇതൊക്കെ ഞാൻ ശരിയാക്കി തരട്ടെ? അവൾ ആ ഷോർട്സിന്റെ ഹുക്കൊക്കെ ഇടാനായി പതിയെ ഒന്ന് കുനിയുമ്പോഴേക്കും മാതളങ്ങൾ 3/4 ഭാഗവും അവൻ കണ്ടു. കണ്ണുകൊണ്ടത് ആസ്വദിച്ച് അവൻ കൊതിയോടെ പതിയെ ഒന്ന് സ്പർശിച്ചു. അവൾ കൈകൾ തട്ടി മാറ്റി അവിടെ നിന്ന് എഴുന്നേറ്റു. എന്റെ പൊന്നു ചേച്ചിയല്ലേ, പ്ലീസ്, എത്ര കാലമായി ഞാൻ കൊതിക്കുന്നെന്നറിയോ? പ്ലീസ് ചേച്ചി, ആരും ഇതറിയില്ല, ചേച്ചിക്ക് എന്നെ വിശ്വസിക്കാം. അവൾ, നിനക്ക് എന്ത് ധൈര്യമുണ്ട് എന്നോട് ഇങ്ങനെ ചോദിക്കാൻ? ഞാൻ നിന്റെ കൂട്ടുകാരന്റെ ചേച്ചിയാ, അറിയോ എന്ന് പറഞ്ഞ് ഒന്ന് ദേഷ്യപ്പെട്ടു. അവളുടെ മുഖം ചുമന്നപ്പോൾ തന്നെ അവനാകെ സങ്കടമായി. ഇപ്പോൾ കരയുമെന്ന മട്ടിലായിപ്പോയിരുന്നു അവന്റെ ആ നിഷ്കളങ്കമായ മുഖഭാവം കണ്ടപ്പോൾ അവൾക്ക് ശരിക്കും പാവം തോന്നിപ്പോയിരുന്നു. അവന്റെ ആ ബലൂണൊക്കെ അപ്പൊ തന്നെ ചുങ്ങിപ്പോയി. അവൾ അയ്യോടാ പാവം എന്ന് പറഞ്ഞ് അവനെ തോളിൽ ചേർത്ത് ആശ്വസിപ്പിച്ചു. സങ്കടമായോ മോന്? ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ, വിഷമിക്കണ്ട. ദാ ഇപ്പൊ നിന്റെ ഈ കാര്യങ്ങളൊക്കെ സാധനമൊക്കെ ചുങ്ങിപ്പോയല്ലോടാ. അവളതും പറഞ്ഞ് ചിരിച്ച് കളിയാക്കി. ഓ പിന്നെ ചേച്ചി വഴക്കിട്ടത് കൊണ്ടാ. ചേച്ചി വഴക്കിടാതെ ചിരിച്ചു തന്നെ നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു ഇവന്റെ തനിസ്വരൂപം. അതെയോ? എങ്കിലതൊന്ന് കാണണമല്ലോ. അവൾക്ക് വാശിയായി. അങ്ങനെ ഇങ്ങനെയൊന്നും അവൻ കാണണമെന്ന് പറഞ്ഞാൽ തനിസ്വരൂപത്തിൽ വരില്ല. അതിന് ചേച്ചിയും കുറച്ച് കഷ്ടപ്പെടണം. ആഹാ, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടാൽ മതിയോ? അവൾ തന്റെ കൈവെള്ള അവന്റെ നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു. അവനപ്പോ ആ മതി എന്ന രീതിയിൽ ചിരിച്ചു കാണിച്ചു. പിന്നീട് അവിടെ നടന്നത് ഒരു ഉശിരൻ കൈപ്രയോഗമായിരുന്നു. സുഖം കൊണ്ട് 14 സ്വർഗവും അവൻ കണ്ടുപോയി. അല്പസമയം കഴിയുമ്പോഴേക്കും ഇനി ഞാൻ മടുത്തു, ഇനി ഇതുകൊണ്ടായാലോ? അവൾ തന്റെ മുഖം കാണിച്ചപ്പോഴേക്കും അവന് ഈ നടക്കുന്നതൊക്കെ സത്യമാണോ എന്ന് പോലും വിശ്വസിക്കാൻ അത്ഭുതം തോന്നിപ്പോയി. പിന്നീട് ഒരു 1.5 കുഴലൂത്ത് തന്നെ അവിടെ നടത്തി. അവന്റെ ആ ഉശിരൻ അവളുടെ വായിൽ തന്നെ ഇങ്ങനെ നിറഞ്ഞു. സന്തോഷം കൊണ്ട് അവൻ സ്വർഗത്തിലെത്തിപ്പോയിരുന്നു. എന്തൊക്കെയാ ഈ ചേച്ചി കാണിച്ചു കൂട്ടുന്നേ? അവൻ കുറച്ചു സമയം വിചാരിച്ചു പോയി. അവളാവട്ടെ സകല ഊർജവും എടുത്തുകൊണ്ട് അവനെ സുഖിപ്പിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഉഗ്രസ്ഫോടനം അവളിലേക്ക് അവൻ അങ്ങ് നിറയൊഴിച്ചു. മുഖത്തു നിന്ന് അവൾ തുടച്ചുകൊണ്ട് എഴുന്നേറ്റു. എങ്ങനെയുണ്ട് ചേച്ചി? എന്റെ പൊന്നു മോനെ, എന്താ പറയണ്ടേ, സൂപ്പറായിട്ടുണ്ട്, അവൾ പറഞ്ഞു. ചേച്ചി, എനിക്കിതൊന്ന്. അവൻ അവളുടെ മുന്നിലേക്ക് കൈ ചൂണ്ടി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് മറച്ചു വെക്കാനൊന്നുമില്ലല്ലോ, അവൾ മനസ്സിലോർത്തു. അവന് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ അവൾ നിന്നുകൊടുത്തു. കയ്യിൽ പ്രഷർ ബോൾ കിട്ടിയതുപോലെ അവൻ ആ 2 മാതളങ്ങൾ നന്നായി തന്നെ പെരുമാറി സുഖത്തിന്റെ കൊടുമുടിയിലെത്തിപ്പോയിരുന്നു അന്ന് നമ്മുടെ ഡയാന. എന്നാലും എന്തൊരു സുന്ദരിയാ ചേച്ചി! ചേച്ചിയുടെ ഈ ഭംഗി ഈ ലോകത്ത് വേറൊരു പെണ്ണിനും ഞാൻ കണ്ടിട്ടില്ല. ഓ മതിയടാന്ന് സുഖിപ്പിച്ചത്, നിന്റെ സുഖിപ്പീര് കുറെ കൂടുന്നുണ്ട്, അവൾ പറഞ്ഞു. അപ്പോഴേക്കും അവന്റെ ആ നിഷ്കളങ്കമായ മുഖത്തെ ചിരിയൊക്കെ വേറെ രീതിയിലായിരുന്നു. കള്ളൻ, നീ ഇപ്പോ ഇൻട്രോവേർട്ടാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, അറിയാമോ?
അവനെപ്പോൾ ഒരു കള്ളച്ചിരി ചിരിച്ചു. ഒരുപാട് ഇഷ്ടമുള്ളവരുടെയും പരിചയമുള്ളവരുടെയും അടുത്ത് ഞാൻ ഇൻട്രോവേർട്ടൊന്നുമല്ല ചേച്ചി. അപ്പോ നിനക്ക് ഞാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണോ? പിന്നല്ലാതെ ചേച്ചീനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാ. ഇതും പറഞ്ഞ് അവളെ വലിച്ച് അവൻ ചുണ്ടു വലിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ പുറത്തൊരു കൊട്ട് കേട്ടപ്പോൾ രണ്ടുപേരും